ഇന്ന് നമുക്ക് മെനോപോസൽ ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിച്ചാലോ. ഈ അടുത്തിടയ്ക്ക് പല സെലിബ്രിറ്റികളും പെരി മെനോപോസൽ സിംറ്റംസ് ആണ്, ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളിലും വന്നായിരുന്നു അല്ലെ. എന്താണ് ഈ മെനോപോസ്? ഈ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഇല്ലേ? ചില ആളുകൾക്ക് 40 വയസ്സിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു, ചില ആളുകൾക്ക് 35 വയസ്സ് കഴിയുമ്പോഴേ മെനോപോസ് നിന്ന് പോകുന്നു. അന്ന് മുതലേ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു പരിഹാരവും ഇല്ലാതെ ഇങ്ങനെ സഹിക്കണം എന്നാണോ? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ആദ്യം മെനോപോസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓവറീസ് അതിന്റെ ജോലിയിൽ നിന്നും റിട്ടയർമെന്റ് എടുത്തു. അതിന്റെ ജോലി എന്തായിരുന്നു? ഓവം റിലീസ് ചെയ്യുക, എക്സ് റിലീസ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ ഒരു പ്രൊഡക്ഷൻ നിർത്തി, പുള്ളിക്കാരി ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഹോർമോണൽ അളവ് കുറഞ്ഞു പോവാണ്. അപ്പൊ ഈസ്ട്രജൻ കുറയുന്നത് മൂലമാണ് നിങ്ങൾക്ക് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നത്. ഹോട്ട് ഫ്ലഷസ് വരുന്നു, വെട്ടി വേർക്കുന്നു, സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നു, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ മെനോപോസൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഇത് ശരിക്കും ആവേണ്ടത്? ഒരു ആവറേജ് പ്രായം നോക്കുകയാണെങ്കിൽ ഒരു 48 വയസ്സിനും 51 വയസ്സിനും ഇടയിലാണ് സ്ത്രീകൾക്ക് മെനോപോസൽ ആവുന്നത്. ഇത് നാച്ചുറലി സംഭവിക്കുന്ന, ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ്. സിംറ്റംസ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നില്ല, ഉണ്ടാവും. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതൊരു അളവിൽ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത് ഹെൽത്തി അല്ല. പ്രത്യേകിച്ച് നിങ്ങളെ ഇപ്പം നമ്മൾ കേട്ട വാർത്തകളിലൊക്കെ കണ്ടത് 40 വയസ്സിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുകയാണെന്ന്. സത്യമാണ്. ഒരുപാട് സ്ത്രീകൾക്ക് ഇന്ന് ഏർലി മെനോപോസ് ആവുന്നു, അല്ലെങ്കിൽ പെരി മെനോപോസൽ സിംറ്റംസ് അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സിംറ്റംസ്. അപ്പോ ഈ 40 വയസ്സിൽ മുതൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനി അവസാനം ഈ 10 വർഷവും നമ്മൾ ഇത് സഹിക്കണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും നല്ല കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ, അതായത് ഒരു 30-35 വയസ്സിന് ശേഷം നിന്നേ പോവുകയാണ്, പീരിയഡ്സ് നിന്ന് പോകുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അതൊരിക്കലും ഹെൽത്തി അല്ല. അതിന് പിറകിൽ ഒരു കാരണമുണ്ട്. ഒട്ടുമിക്ക കേസുകളിലും ഈ കാരണം കണ്ടുപിടിക്കപ്പെടാറുമില്ല, അതിനെ ചികിത്സിക്കാറുമില്ല. അപ്പൊ ആകെ ചെയ്യുന്നത് എന്താണ്? ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് തരുന്നത്. പക്ഷെ അത് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടുന്നില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കൂടിക്കൂടി വരികയാണ്, ശരീരം ചീർക്കുന്നു അല്ലേ. അപ്പൊ ഹോർമോൺ റീപ്ലേസ്മെന്റ് അല്ലാതെ ഇതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ പെരി മെനോപോസൽ സിംറ്റംസ് അല്ലെങ്കിൽ ഏർലി മെനോപോസ് ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 90-98% ആളുകളിലും, പോട്ടെ വേണമെങ്കിൽ 100% തന്നെ നമുക്ക് പറയാം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് തൈറോയിഡിന് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴാണ്. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള കണ്ടീഷനിലാണ് ഏർലി മെനോപോസും പെരി മെനോപോസ് സിംറ്റംസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നിങ്ങളുടെ ഈ ആന്റിബോഡീസ്, തൈറോയിഡിനെതിരെയുള്ള ആന്റിബോഡീസ് നിങ്ങളുടെ ഒവേറിയൻ ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്ക് മൂലം ഓവറീസ് ഷ്രിങ്ക് ആവും, ഹോർമോൺ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നു, മെനോപോസ് ആവുന്നു. അപ്പൊ നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യണം അല്ലേ? അപ്പം ഹാഷിമോട്ടോസിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ വക പ്രശ്നങ്ങളെയും ട്രീറ്റ് ചെയ്യാം. നമുക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാം. നിങ്ങൾ നിജകാലം മുഴുവനും ഈ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ല. അത് ട്രീറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ പൊതുവെ നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാവോ? ഈ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ അതേ പ്രശ്നങ്ങൾ മറ്റൊരാൾ പറയുവാണെങ്കിൽ അവർക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഈ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഇത് പറയുമ്പോൾ അവർക്ക് ചികിത്സ കിട്ടിയിട്ടില്ല ഇതുവരെ. അവർക്ക് എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ കണ്ടുപിടിച്ചാണല്ലോ. അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഇല്ലായിരിക്കും എന്നാണ് പൊതുവെ ആളുകൾ കരുതുന്നത്. അങ്ങനെയല്ല. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏതാനും നാള് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട്. അപ്പൊ ഇത് അറിയാൻ പറ്റുന്ന ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ശരിക്കും മെനോപോസ് ആയോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ഒന്ന് ഈസ്ട്രോജൻ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ബ്രെയിനിൽ നിന്നുള്ളൊരു ഹോർമോൺ, നമ്മൾ തൈറോയിഡിന്റെ കാര്യത്തിൽ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ, അതായത് T3 T4 കുറയുമ്പോൾ TSH കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈസ്ട്രോജന്റെ അളവ് ഓവറീസ് കുറയ്ക്കുമ്പം ബ്രെയിനിൽ നിന്ന് ഒരു ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കും, അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ബ്രെയിൻ വീണ്ടും വീണ്ടും ഓവറീസിനോട് പറയുകയാണ് ഫോളിക്കിൾസ് ഉണ്ടാക്കാൻ. ആ ഒരു ഹോർമോണിന്റെ അളവ് കൂടുതലായിട്ട് വരും. അപ്പൊ FSH അതുപോലെ ഈസ്ട്രോജനും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെനോപോസ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അതോടൊപ്പം തൈറോയിഡിന്റെ ആന്റിബോഡീസും കൂടെ ടെസ്റ്റ് ചെയ്താൽ മതി. ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ തൈറോയിഡ് എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത് ഞാൻ മെസ്സേജ് അയക്കാം.